പശ്ചിമബംഗാളിൽ നാടകീയ രംഗങ്ങൾ ഇവിഎം തിരിമറി ആരോപിച്ച് ഭവാനിപൂരിൽ വോട്ടിംഗ് മെഷീനുകൾ സൂക്ഷിച്ചിരുന്ന ഷൈഖാവത് മെമ്മോറിയൽ സ്കൂളിൽ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ നേതൃത്വത്തിൽ തൃണമൂൽ കോൺഗ്രസിന്റെ വൻ പ്രതിഷേധം. തൃണമൂൽ കോൺഗ്രസ് ബിജെപി പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടി ഒരു പോലീസുകാരന് പരിക്കേറ്റു. ആ ദൃശ്യങ്ങളിലേക്കാണ്. നേരത്തെ കൊൽക്കത്ത നേതാജി ഇൻഡോർ സ്റ്റേഡിയത്തിൽ സൂക്ഷിച്ച ബാലറ്റ് ബോക്സുകൾ തുറക്കാൻ ശ്രമമെന്നാരോപിച്ചും തൃണമൂൽ കോൺഗ്രസ് നേതാക്കൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. വിവരങ്ങൾ പങ്കുവയ്ക്കാൻ ശ്രീനാഥ് ചന്ദ്രനാണ് കൊൽക്കത്തയിൽ നിന്ന് ചേരുന്നത്. ശ്രീനാഥ്, ഈ മണിക്കൂറിൽ വരുന്നത് പശ്ചിമ ബംഗാളിൽ നടക്കുന്ന അതിനാടകീയ രംഗങ്ങളാണ്. പോലീസുകാർക്കുൾപ്പെടെ പരുക്കേൽക്കുന്നു. മാത്രമല്ല, പ്രതിഷേധ സ്ഥലത്ത്, സംഘർഷ സ്ഥലത്ത് മമതാ ബാനർജി നേരിട്ടെത്തുന്ന സാഹചര്യം കൂടി ഉണ്ടാകുന്നു. വിവരങ്ങൾ എങ്ങനെ? പശ്ചിമബംഗാളിലാണ് ഇത്തരത്തിലൊരു സംഭവം നടക്കുന്നത്. ഇനി തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണാൻ ദിവസങ്ങൾ മാത്രം ബാക്കിയാവുന്ന ഒരു സാഹചര്യത്തിലാണ് ഇവിഎം തിരിമറി ആരോപിച്ച് ഭവാനിപൂരിൽ വോട്ടിംഗ് മെഷീനുകൾ സൂക്ഷിച്ചിരുന്ന ഷൈഖാവത് മെമ്മോറിയൽ സ്കൂളിൽ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ നേതൃത്വത്തിൽ തൃണമൂൽ കോൺഗ്രസിന്റെ വൻ പ്രതിഷേധം നടക്കുന്നത്. നേരത്തെ കൊൽക്കത്ത നേതാജി ഇൻഡോർ സ്റ്റേഡിയത്തിലും സമാനമായ സംഭവം ഉണ്ടായിരുന്നു. ആ സമയത്ത് തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെടുകയും അത്തരത്തിലൊരു പ്രശ്നമില്ല എന്ന് പറഞ്ഞ് പ്രതിഷേധക്കാരെ തിരിച്ചയക്കുന്ന സാഹചര്യമുണ്ടായി. ഇതാ ശ്രീനാഥ് ചന്ദ്രൻ ചേരുന്നുണ്ട്. ശ്രീനാഥ്, മമതാ ബാനർജിയുടെ നേരിട്ടുള്ള നേതൃത്വത്തിലാണ് ഇത്തരത്തിലൊരു വലിയ പ്രതിഷേധം നടക്കുന്നത്. ദൃശ്യങ്ങളിൽ കാണാം, പോലീസുകാർക്കുൾപ്പെടെ തന്നെ പരുക്കേൽക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകുന്നു. തീർച്ചയായും ഇന്നിപ്പോൾ രാത്രി കൊൽക്കത്തയിൽ അതിനാടകീയ രംഗങ്ങൾ എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും. മമതാ ബാനർജി തന്നെ നേരിട്ട് ഈ പോളിംഗ് മെഷീനുകൾ സൂക്ഷിച്ച ഇടത്തേക്ക് എത്തുന്നു. മറുവശത്ത് മറ്റൊരിടത്ത് നേതാജി ഇൻഡോർ സ്റ്റേഡിയം, ഈഡൻ ഗാർഡൻസിന് തൊട്ടടുത്തുള്ള അവിടെ മറ്റ് ഈ തൃണമൂൽ നേതാക്കൾ എത്തുകയും അവിടെ പ്രതിഷേധം നടത്തുകയും ചെയ്യുന്നു. അങ്ങനെ പലയിടങ്ങളിലായി ഇന്നിപ്പോൾ വലിയ പ്രതിഷേധം നടത്തുന്നു. അതിൻ്റെയൊക്കെ മുൻനിരയിൽ മമതാ ബാനർജി തന്നെ ഉണ്ട് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. ഇന്നിപ്പോൾ വൈകിട്ട് മമതാ ബാനർജി പുറത്തുവിട്ട വീഡിയോയിൽ പ്രവർത്തകർക്കുള്ള സന്ദേശമായി അവർ പറഞ്ഞത്, എല്ലാവരും അടുത്ത ദിവസങ്ങളിൽ ഈ വോട്ടെണ്ണി തീരും വരെ അതീവ ജാഗ്രതയോടെ തന്നെ നിൽക്കണം എന്നതാണ് മമത മുന്നോട്ട് വെച്ചിരുന്ന ഒരു കാര്യം. ഭവാനിപൂരിൽ വേണ്ടി വന്നാൽ ഞാൻ തന്നെ രംഗത്തിറങ്ങാം എന്നും ആ വീഡിയോയിൽ പറഞ്ഞിരുന്നു. പക്ഷേ ഈ തരത്തിൽ മമതാ ബാനർജി ഇറങ്ങി അങ്ങനെ ഒരു കാര്യം ചെയ്യുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ടായിരുന്നു. ഏതായാലും ഷെഖാവത് മെമ്മോറിയൽ സ്കൂളിൽ ഇപ്പോൾ മമതാ ബാനർജി ഇപ്പോഴും അകത്തുണ്ട്. ഏതാണ്ട് 3 മണിക്കൂറിലധികം സമയമായി മമതാ ബാനർജി അതിനകത്ത് തന്നെയുണ്ട്. സ്കൂളിന് സമീപത്ത് നിർത്തിയിട്ടിരുന്ന തൃണമൂലിന്റെ ഒരു വാൻ അത് പുറത്തേക്ക് എടുത്ത സമയത്ത് ബിജെപി പ്രവർത്തകർ അവിടേക്ക് എത്തുകയും ആ വാഹനം തടയുകയും വലിയ പ്രതിഷേധം ഉണ്ടാവുകയും ഒക്കെ തന്നെ ചെയ്തിരുന്നു. ആ പ്രതിഷേധക്കാരെ നേരിടുന്നതിനിടെയാണ് പോലീസിന് പരിക്കേൽക്കുകയും ചെയ്തത്. പരിക്കേറ്റ ഒരു പോലീസുകാരനെ ഇവിടെ നിന്ന് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. സമരക്കാരെ തൽക്കാലത്തേക്ക് നിയന്ത്രിക്കാൻ പോലീസിന് കഴിഞ്ഞു, ഇവിടെ നിന്ന് മാറ്റാൻ കഴിഞ്ഞു. ഇവിടെ ഒരു ബാരിക്കേഡ് കുറച്ച് അകലെയായി ഇപ്പോൾ സ്ഥാപിച്ച് ആളുകളെ ഇവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. തൃണമൂൽ പ്രവർത്തകരും ബിജെപി പ്രവർത്തകരും ഇവിടെ സംഘടിക്കാതിരിക്കാനുള്ള ശ്രമമാണ്. കേന്ദ്രസേന ഉദ്യോഗസ്ഥരും കാര്യമായി തന്നെയുണ്ട്. मुझे पुलिस ने डाकून मारा, इधर में देखिए खींच लिया, कपड़े फाड़ दिए, मुझे मारा, इधर में देखिए मारा मेरे गर्दन में. बहुत सारे लोगों को मेरे सिख भाई का पकड़ दिया. हाँ, बीजेपी से है हम लोग जानना चाहते वो वाला गाड़ी किधर मिला है, वो वाला गाड़ी कैसे हटाए. नहीं बोला है हम लोग को टॉर्चर किया. ब्राह्मण का भी शाप है, वो इस पर हारेगी पूरा सत्ता से बाहर. ഓക്കെ, ബിജെപി പ്രവർത്തകന്റെ പ്രതികരണമാണ് കണ്ടത്. ആ വാഹനം തടയാൻ ഞങ്ങൾ ശ്രമിച്ചു, അതിനുള്ളിൽ തൃണമൂലിന്റെ പ്രവർത്തകരായിരുന്നു ഉണ്ടായിരുന്ന. ഒരു തിരിമറിക്ക് തൃണമൂലാണ് ശ്രമിക്കുന്നത് എന്നൊരു ആരോപണമാണ്, മറുവാദമാണ് ഇപ്പോൾ ബിജെപി പ്രവർത്തകർ ഇവിടെ നടത്തുന്നത്. അങ്ങനെയാണ് ഇരുവിഭാഗം നേർക്കുനേർ വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തത്. ഏതായാലും തൽക്കാലത്തേക്കെങ്കിലും പോലീസിന് ഈ സംഘർഷ സാഹചര്യം ഒന്ന് അയക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതേസമയം ഇവിടെ വരും മണിക്കൂറുകളിൽ ഈ മമതാ ബാനർജി പുറത്തിറങ്ങും വരെ എന്തൊക്കെ കാര്യങ്ങൾ നടക്കുമെന്ന കാര്യത്തിലൊന്നും തന്നെ ഒരു വ്യക്തതയില്ല. അതുകൊണ്ട് കൂടുതൽ കേന്ദ്രസേന ഉദ്യോഗസ്ഥരെ ഇങ്ങോട്ടേക്ക് എത്തിച്ചിട്ടുണ്ട്. കേന്ദ്രസേന ഉദ്യോഗസ്ഥരുടെ ഒരു നിയന്ത്രണം ഇപ്പോൾ മുൻവശത്ത് കൊൽക്കത്ത പോലീസിനെയാണ് കാണുന്നത്. പക്ഷേ അതിന് പുറകുവശത്ത് സായുധരായ കേന്ദ്രസേന ഉദ്യോഗസ്ഥരെ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നുമുണ്ട്. ഏതായാലും ഒരു വലിയ സംഘർഷ സാഹചര്യം ഇവിടെ ഉണ്ടായി എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇവിഎം തിരിമറിയാണ് ഈ നിമിഷം, ഈ മണിക്കൂറുകളിൽ ബംഗാളിൽ വലിയ ചർച്ചാ വിഷയമായി മാറിയിട്ടുള്ളത്. അങ്ങനെ ഒരു ആരോപണം കടുപ്പിക്കുകയാണ് തൃണമൂൽ കോൺഗ്രസ്. മാത്രമല്ല, അത് സ്ഥാപിക്കാനായി ചില വിഷ്വൽസ് ഇന്ന് വൈകിട്ട് പുറത്തുവിട്ടിരുന്നു. അത് നേതാജി ഇൻഡോർ സ്റ്റേഡിയത്തിൽ ഉണ്ടായിരുന്ന പോളിംഗ് മെഷീനുകൾ സൂക്ഷിച്ച ഇടത്തു നിന്നുള്ള ദൃശ്യങ്ങളായിരുന്നു. അതിൽ ആരോപിച്ചത് പോളിംഗ് മെഷീനുകൾ ചിലരെത്തി തിരിമറി നടത്തുന്നതിന്റെ തെളിവുകളാണ് ഇത് എന്ന മട്ടിലായിരുന്നു. പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് അങ്ങനെയല്ല, സ്ട്രോങ് റൂം തുറന്നിട്ടില്ല. സമീപത്ത് മറ്റൊരു റൂമിൽ ഈ പോസ്റ്റൽ ബാലറ്റുകൾ സൂക്ഷിച്ചിരുന്നു. അത് മണ്ഡലാടിസ്ഥാനത്തിൽ തരംതിരിക്കുന്ന ജോലിയായിരുന്നു. കോറിഡോറിൽ വെച്ച്, ഇടനാഴിയിൽ വെച്ച് നടന്ന
നടന്നത് എന്നതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ വിശദീകരണം. പിന്നീടാണ് അവിടെ ഉണ്ടായിരുന്ന ധർണ, തൃണമൂൽ പ്രവർത്തകർ, കുനാൽ ഘോഷ് അടക്കമുള്ള നേതാക്കൾ നടത്തിയ സമരം അവിടെ താൽക്കാലികമായി അവസാനിപ്പിച്ചത്. അങ്ങനെ അവർ പുറത്തേക്ക് പോവുകയും ചെയ്തു. ആ സമയമാണ് മറ്റൊരിടത്ത് ഭവാനിപ്പൂരിലെ മറ്റൊരു കേന്ദ്രത്തിലേക്ക് ഇപ്പോൾ മമതാ ബാനർജി നേരിട്ടെത്തി എന്നുള്ള വിവരം ലഭിക്കുന്നത്. 2 മണിക്കൂറിലധികമായി മമതാ ബാനർജി ഉണ്ട്. ഇപ്പോൾ കേന്ദ്രസേന യഥാർത്ഥത്തിൽ ഇവിടുത്തെ നിയന്ത്രണം കേന്ദ്രസേന ഏറ്റെടുത്തിരിക്കുന്നു എന്നതാണ്. കേന്ദ്രസേനയ്ക്ക് നേരെയാണ് ഇപ്പോൾ BJP പ്രവർത്തകരുടെ ആക്രോശം. അത്രയും ഇപ്പോൾ കേന്ദ്രസേന പ്രവർത്തകർക്കെതിരെയാണ്. തൃണമൂലിന് വേണ്ടി ഇവിടെ ഒത്താശ ചെയ്യുകയാണ്. തൃണമൂൽ മമതാ ബാനർജിയുടെ നേതൃത്വത്തിൽ എത്തി EVM തിരിമറി നടത്താൻ എത്തിയതാണ് എന്നതാണ് ആരോപണം. ആ ആരോപണത്തിന്റെ ഭാഗമായാണ് ആ വാഹനം തടയുകയും ചെയ്തത്. തൃണമൂലിന്റെ സ്റ്റിക്കറുകൾ ഒട്ടിച്ച തൃണമൂൽ പ്രവർത്തകർ സഞ്ചരിച്ചു എന്ന് കരുതുന്ന വാഹനമാണ് അവർ തടയുകയും ചെയ്തത്. അങ്ങനെയാണ് ഒരു സംഘർഷ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തത്. ഏതായാലും ഇപ്പോൾ കേന്ദ്രസേന കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ബാരിക്കേഡുകൾ സ്ഥാപിച്ച് ഇപ്പോൾ പ്രവർത്തകരെ മാറ്റി നിർത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ്. കൂടുതൽ പ്രവർത്തകർ ഇങ്ങോട്ട് സംഘടിക്കാതിരിക്കാനുള്ള ഒരു ശ്രമം, ഒരു ജാഗ്രതയാണ് യഥാർത്ഥത്തിൽ കേന്ദ്രസേനയും ഒപ്പം കൊൽക്കത്ത പോലീസും ഇപ്പോൾ നടത്തുന്നത്. മമതാ ബാനർജി ഇനി വോട്ടെണ്ണാൻ ഏകദേശം ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് പശ്ചിമ ബംഗാളിൽ ഇത്തരത്തിലൊരു നാടകീയ രംഗങ്ങൾ കാണാൻ സാധിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.